യാത്രതിരിക്കുകയാണ് ബാക്ക് ടു എറണാകുളം. സോ രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 8:15 ട്രെയിൻ. അപ്പോൾ ഏകദേശം 6:15 6:30 ഇപ്പോൾ നമ്മൾ ഇറങ്ങാനാണ് പ്ലാൻ. ബിക്കോസ് ഇവിടെ നിന്ന് കുറച്ച് ലോങ് ആണ്. ബാബയിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ. നമ്മൾ വന്നപ്പോൾ തന്നെയാണ് ടൈം മാത്രം മാറി. പറഞ്ഞാൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, എല്ലാം റെഡിയായി. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ലോങ് ജേർണി കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സേഫായിട്ട് റൂമൊക്കെ ട്രെയിനിൽ തന്നെ ഞാൻ വരുമ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ യൂബർ വിളിച്ചിട്ട് റൂമിൽ തന്നെ എത്തി. ചെക്കിനായി ഒന്ന് ഫ്രഷ് ഔട്ടൊക്കെ ഒന്നായി എല്ലാം നോക്കിയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. റൂം ഇതാ ആ കാണുന്നവിടെ നിന്ന് റൂം. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഒരുപാട് നടക്കണ്ടെന്ന് വിചാരിച്ചു. സോ ഞാൻ ഉമ്മാനെ കാണിച്ച അപ്പം നമ്മൾ പിന്നെ നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ ഇവിടെ പോസ്റ്റാവും. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കിട്ടാൻ. ഒരു പക്ഷേ നിങ്ങൾക്ക് ദുആ ചെയ്യുന്ന ടൈമൊക്കെ അതിക്രമിച്ചിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. കാരണം ഞാൻ നിന്ന സ്ഥലത്തുനിന്ന് എനിക്ക് ടവർ ഉണ്ടായില്ല, അടുത്തൊന്നും വൈഫൈ ഒന്നും ഉണ്ടായില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. നോയ്സ് ഒന്നും തേക്കാത്തത് കാരണം ഫേസൊക്കെ ആവശ്യമാണ്. യെസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്നെ അഞ്ചില്ലേ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മര്യാദയ്ക്ക് നെറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. യൂട്യൂബിലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റയിൽ ഷോർട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ യൂട്യൂബിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ലോങ് ഞാനിടും. അതിങ്ങനെ കറങ്ങി 2 ദിവസം കൂടിയിട്ടാണ് ഞാൻ ആ ഒരു ട്രാവൽ വ്ളോഗ് തന്നെ, ലാസ്റ്റ് ഇട്ട ട്രാവൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ തന്നെ 2 ദിവസം കൂടിയിട്ടാണ്. കാരണം അത്രയും ലാഗാണ്.
അത് പിന്നെ ഞാൻ വിചാരിച്ചു 30 മിനിറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്രയും ലാഗായിട്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ 10-15 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അപ്ലോഡ് ആവുന്നില്ല ഗൈസ്. സോ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് സൗകര്യം പോലെ എഡിറ്റ് ചെയ്തിട്ട് നല്ല നല്ല അപ്ഡേറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് അടിപൊളി നല്ല മെമ്മറീസൊക്കെ അറിയാം സിൽവാസ. നിങ്ങളെന്തായാലും വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, എല്ലാം ഇഷ്ടപ്പെടാത്തതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊരു വീഡിയോ എടുക്കാം. ഞാനിന്നലെ എറണാകുളം റീച്ച് ആയതിൻ്റെ ഒരു വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, സോ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് തന്നെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഗായ്സ്, നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ നമ്മളിന്ന് യാത്രയാവുകയാണ് നമ്മുടെ വീട്ടിലോട്ട് ലക്ഷദ്വീപിലോട്ട്. യെസ്, അതിന്റെ ഫുഡ് കഴിച്ചിട്ട് നമ്മളിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി. ഹേ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെ പാക്കിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളും കുറച്ച് കുട്ടപ്പനായി ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം ഇതിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക്, 2 പേര്. ആരാണ് നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അവരുടേതും അൺപ്ലാനഡ് ആയിട്ടുള്ള ഒരു വരുത്തായിരുന്നു. കുറച്ചു നേരം ഇരിക്കും ഇവിടെ. സോ ആരാണ് ആ 2 പേർ? കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വീഡിയോയിൽ, അല്ലേ മമ്മി? സോ അതാണ് ഇന്നത്തെ ഒരു ചൂടായതുകൊണ്ട് നല്ല വേർക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചു. ഒരു ഡ്രസ്സ് അതിൻ്റെ മേടിച്ചു. അത് ശീലമായവർക്ക് കുഴപ്പമുണ്ടാവില്ല, എന്നാലും സമ്മതിക്കണം ഈ ചൂട്ടത്ത്. താങ്കൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ആക്കി? ഞാനെന്തിനാ അങ്ങനെ ആക്കി? അതുകൊണ്ട് മമ്മി ആക്കി. അപ്പൊ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ നമുക്കിനെ കയറാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. Hey guys, welcome back to ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഗസ്റ്റുമാരുണ്ടെന്ന് പറഞ്ഞു. സോ ഗസ്റ്റിൽ ഒരാളെ ഞാൻ കാണിച്ചു തരാം.
ഇങ്ങനെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ഗസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങളോ പൊള്ളിക്കൊണ്ട് മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ ചൊല്ലി നമ്മൾ നട്ടുച്ച വേലത്ത് ഞാൻ ഇത് കാട്ടണ്ടായിരിക്കും. സുന്നെ തട്ടോ സുന്നയും സുന്നെ കൂടെയും ഒരേ കളറാണ്. ഇവിടെ എന്താ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. സോ ഇവിടെ ഒരു കടയും തുറന്നിട്ടില്ല. നമുക്ക് ടിക്കറ്റ് പ്രിന്റ് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റീസും ഇവിടെ എവിടെയും ഇല്ല ഗൈസ്. കേറാൻ പറ്റുമോ ആവോ? ടിക്കറ്റ് കിട്ടി, ഇപ്പൊ പിന്നെ പ്രിന്റ് എടുക്കാണ്ട് കയറ്റുമോ ആവോ? വലിയ അവസ്ഥയിൽ ഇരിക്കുകയാണ് മക്കളെ, ഇരിക്കുകയാണ്. എന്തോ പ്രതീക്ഷിച്ചോണ്ടുള്ള ഒരു ഇരുത്തമാണ് ഗായ്സ്. എന്താണ് സുന്ന താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത്? ലൈൻ. താങ്കളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടോ? നോക്കിട്ടിരിക്കാതെ ഇല്ല, വീഡിയോയിൽ പാക്കലാം. ഞാൻ ചൊല്ലേ സോ നമ്മളിതാ കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്തൊന്ന് റിഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ യാത്രയാവുകയാണ്. ഷിപ്പ് കയറാൻ പോകുന്നു. അതായിരുന്നു അവരെടുത്ത റൂം. വൺ മിസ്റ്റർ കെ കോയ ആൻഡ് ബിബി സുഹാന. പീപ്പാത്തുമാരി വരുന്നുണ്ട്, ബിബി സുഹാന പിന്നാലെ ഉണ്ട്. ബിക്കോസ് എന്തിനാ വരുന്നതെന്ന് വെച്ചാല് നമ്മളെ യാത്ര അയക്കാൻ. ഓക്കെ, നമുക്കിത് ബാക്കി സ്കാനിങ് സെന്ററിൽ പോയി ഗൈസ്. നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് പോത്ത് ഫുഡായിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. സോ നമ്മൾ കണ്ടുകിട്ടി ഗൈസ്. കുറെ നാളുകൾ, കുറെ കാലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ അവരെ കാണിക്കാം. നമുക്ക് കറക്റ്റ് കൊല്ലമൊന്നും നാക്കൂടില്ല. എന്നാൽ കുറെ കാലമായി ഞാൻ കാണിച്ചിരുന്നു ഗൈസ്. ലോ ലെവലാണ് ഇവ. ഒന്ന് ഹായ് പറയും. ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. സോ നമുക്ക് കേക്ക് കഴിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഹാപ്പി ബർത്ത്ഡേ. കപ്പൽ വെച്ചതെല്ലാം മതി. അതെ, കപ്പൽ വെച്ച കപ്പ് കേക്ക് ഇസ് ഗുഡ്. Then okay, fine. ആ വോയിസ് ഉണ്ടെങ്കിൽ ഉണക്ക് കിട്ടും. ആ വോയിസ് ഉണ്ട് കട്ടിയാത്തിട്ട്. ഇതാണ് സുമയ്യ തരികട. പ്രശ്നം തന്നെ മനസ്സിലാകാം. നമ്മൾ നാട് വിടാണ്. നമ്മളിവിടെ നിന്ന് നാട് വിടുന്നു. പറ എന്തോ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു സുമു. ഞാനോ? കമോൺ. യെസ്, നമ്മൾ നാട് വിടാൻ പോവാണ് അല്ലെ ഗൈസ്?
നാട് വിടുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് പറയും? നാട് വിടുന്നത് നല്ല കാര്യമല്ല. അതെ, നാട് പോവല്ലേ നമ്മൾ നാട് വിടുന്നതാണോ? നമുക്ക് കുറച്ചും കൂടി അടിപൊളി എവിടെ കൊച്ചിയല്ലേ നാട്ടിനെക്കാളും. സോ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ നാട് വിടുന്നു. പിന്നെ നീ എന്ത് തേങ്ങിക്കാണ് നാട്ടിൽ നിൽക്കാണ്ട് പണിയെടുക്കുന്നത്? ഇപ്പൊ പറയണം, ഇപ്പൊ പറയണം. നാട്ടിൽ നിൽക്കാണ്ട് എന്ത് കൊണ്ട്? ശമ്പളം കൂടുതൽ കിട്ടും. അവിടെ പണിയില്ല, ബൈദവി പണിയില്ലാത്തതാണ് അവിടെ പ്രശ്നം. പണി ഉണ്ട് അല്ലേ? അതിൽ ചൂസ് ചെയ്താൽ നല്ലത്. ഞാനൊന്നും പറയുന്നുള്ള കാര്യം ഇതിങ്ങനെയാണ്. ഇത് അങ്ങനെ ഒരു സാധനം, അതിന് നമ്മൾ മൈൻഡ് ചെയ്യരുത്. രണ്ട് വാട്ടറോ മെട്രോ ഒരുമിച്ച് സംഗമിക്കുന്ന രംഗമാണ്. അത് എവിടെ നിന്ന് വരുന്ന? അയ്യോ ഗൈസ്, രണ്ടല്ല, ഇപ്പുറത്ത് നോക്കൂ, മൂന്നാമതൊരാൾ. ഇതാണ് ഇവിടുത്തെ ഒരു നിലവിലത്തെ അവസ്ഥ. 3 വാട്ടറോ മെട്രോയും കൂടി ഒരുമിക്കുകയാണ്. അങ്ങനെ നോക്കി നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് കാഴ്ചയാണ് കാണുന്നത്? ഗോൾഡൻ കളർ സൂര്യൻ ഗായ്സ്, ഗോൾഡൻ കളർ സൂര്യൻ. താങ്കൾ കാണുന്നില്ല, താങ്കൾ എന്തിനാ ഒളിഞ്ഞിട്ട്? ഇപ്പൊ ഞാൻ കാണിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ സുമു, നമ്മൾ നേരത്തെ കണ്ട സുമു. സുമു ഇങ്ങോട്ട് നോക്കൂ. യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സുമു. ഓക്കെ, ഇതാണ് 10 വർഷം മുമ്പ് നീ വീഡിയോ എടുത്തപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് നീ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാര്യം തട്ടിയിട്ട്. ഗൈസ്, ഇപ്പുറത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പോർട്ടാണ്. റീഫില്ല് ചെയ്യുന്ന സ്ഥലം. അതായത് നിങ്ങൾ കാണുമ്പോൾ കാണാൻ പറ്റും. അതാണ് ടാങ്ക് പൊക്കുന്നു, അവിടെ താഴ്ത്തുന്നു, ഇവിടെ നിന്ന് കയറ്റുന്നു, അവിടെ നിന്ന് ഇറക്കുന്നു. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കയറ്റുമതി ഇറക്കുമതി പ്രോസസ് നടക്കുന്ന സ്ഥലം. അപ്പം ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോ പുള്ളിക്കാർക്ക് ഒന്നും പറയാനില്ല ഗൈസ്. നമ്മൾ അങ്ങോട്ട് തിരിക്കും, അപ്പൊ തൊള്ള ഇങ്ങനെ തുറന്ന് ഗൈസ്. അവിടെ കുറെ ഒരു കൂട്ടം ഒരു പച്ചം പ്രാവുകൾ. അവിടെ വേറെ ടൈപ്പ് എവിടെ? ഏതാണ്? യെസ്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു എവിടെ? യെസ്, ഈ സൈഡിലും ഒരു വാട്ടർ മെട്രോ വരുന്നുണ്ട്. നിങ്ങൾ സൂം ചെയ്യുക. നമ്മള് പിന്നെ ഈ ലക്ഷദ്വീപിലാ. ഇവിടെ ഉള്ളവർക്ക് വാട്ടർ മെട്രോ ഡെയിലി കാണുന്നില്ല. അതെ അതെ, വാട്ടർ മെട്രോ 10-16 അതെ അതെ. ഇത് കണ്ടിട്ട് പോലെ ഞാൻ കൊച്ചിനെ ഞാനും കൊച്ചിൻ താങ്ങാണ്ട്. അപ്പൊ ഗൈസ്, ഇവിടുത്തെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ എന്തായാലും ടാറ്റാ ബൈ ബൈ പോവാണ് ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോ നമ്മളിതാ സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് മക്കളെ. വീട്ടിലിരിക്കുകയാണ്. അപ്പം
ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. യെസ്, അപ്പം ഇതൊരു ട്രാവൽ ബ്ലോഗായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്.